എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യയുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അനിയും അബിയും ജലജയൊക്കെ ചേർന്നിട്ട് വലിയൊരു കുതന്ത്രമൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇല്ലാത്ത കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അവർക്കറിയത്തില്ലോ അതിന്റെ സത്യാവസ്ഥയൊന്നും, അതിന്റെ വിശേഷങ്ങളും. അതോടൊപ്പം തന്നെ നയനയ്ക്ക് നല്ലൊരു ഗംഭീര ഡിന്നർ കൊടുക്കാൻ തന്നെ ആദർശ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദർശിന്റെ നയനയുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വലിയ വലിയ സംഭവവാസങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് ആദർശിന്റെ മനസ്സ് വല്ലാത്തൊരു സങ്കടമായിരുന്നു. നയനയെക്കുറിച്ച് ഓർത്തിട്ട്. നയനയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു മനസ്സെന്നറിയാൻ. അവൾക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മോനെ പുറത്തു പോകാനായിട്ട്. പക്ഷെ തന്റെ ആഗ്രഹങ്ങളൊന്നും അവൾ ആരോടും പറയാറില്ല. നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്താൽ മാത്രമേ അവളതൊക്കെ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്നൊന്നും ആരോടും പറയാറില്ല. മോൻ വേണം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്ന് പറഞ്ഞിപ്പം ആദർശിനുള്ളിൽ അത് തട്ടി. ആദർശ് ഓർത്ത് അവളെ കൊണ്ടൊന്ന് പുറത്തു പോയാലോ. പിന്നീട് അനിയുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അനി പറഞ്ഞു, ഏട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമല്ലേ, ഏട്ടത്തിനെയും കൊണ്ട് അധികം ഒന്നും പുറത്തു പോയല്ലോ. ഇടയ്ക്ക് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ ഒന്ന് കഴിക്കുക. ഏട്ടത്തിക്ക് ഒരു എൻജോയ്മെന്റ് ആവും. ഇതിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നോടം വരെ അടുക്കളയിലും വീട്ടിലും പണിയായിട്ട് നടക്കുമല്ലേ. ഏട്ടത്തിയും അടുത്ത് കാണുമല്ലേ എന്ന് പറയണേ. പക്ഷെങ്കിൽ അനിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആദർശ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ശരിയാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നീട് ആദർശ് ശരിയാ, അവളെ വിളിച്ചൊരു ഡിന്നറൊക്കെ കൊടുക്കാം. അവളുടെ മനസ്സിനും അതൊക്കെ സന്തോഷവും അവളുടെ അമ്മയ്ക്ക് സന്തോഷവും. ആ ഒരു ചിന്തയായിരുന്നു ആദർശിന്റെ ഉള്ളിലുണ്ടാകുന്നത്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയുടെ ഉള്ളിൽ തീപ്പൊരി കത്തിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പുറത്താക്കണം. അവൾ ഒറ്റ എഴുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ പകുതിന് ഉണ്ടാകാൻ പോകുന്നത്. പോരാത്തിന് അവളുടെ അമ്മയും കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവള് കാരണമാണെങ്കിൽ മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാ. ഈ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുവാണെങ്കിൽ പകുതി ഭാരം അങ്ങ് തലേന്ന് ഒഴിഞ്ഞു കിട്ടും. അതിനെന്തോ ഒരു പോംവഴി അധികം വൈകിപ്പിച്ചുകൂടാ. അങ്ങനെ അബിയോട് പോയി പറയാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അബി പറഞ്ഞു, അമ്മ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദിവസങ്ങൾ അങ്ങ് പോവാ. വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും നടക്കില്ല. അമ്മയ്ക്ക് അറിയാലോ, അതൊക്കെ എനിക്ക് അറിയാടാ. പക്ഷെ എന്ത് ചെയ്യാനാ. അമ്മ ഒരു കാര്യം ചെയ്യ, അമ്മ മുമ്പേ പറഞ്ഞ ഡോക്ടറില്ലേ, ആ ഡോക്ടറെ അടുത്തുനിന്ന് മെഡിസിൻസ് ഒക്കെ വാങ്ങുക. എങ്ങനെ കൊടുക്കണം, ഏത് രീതി കൊടുക്കണം എന്നൊക്കെ എനിക്കറിയാന്ന് പറയാം. ശരിയാന്ന് ജലജയ്ക്കും തോന്നി. ഈ സമയത്താണ് ഈ കനക വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കനകയുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നവ്യ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നവ്യയോട് ചോദിച്ചു, അല്ല എപ്പം നോക്കിയാലും നീ ഈ ഫോണിനകത്ത് മാത്രം തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാണുള്ളൂ. നിനക്ക് ആ ഇടയ്ക്ക് പോയി നയനമോളെ ഒന്ന് സഹായിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പിന്നെ അമ്മ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അമ്മയ്ക്ക് അറിയാലോ. അതിന് കൂടി എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വെച്ചാൽ സമയത്ത് എനിക്ക് വല്ലാത്ത ഛർദിയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അറിയത്തില്ല ഞാണ്ടാന്ന് പറയും. എന്തായാലും മോളെ, നിന്റെ അനിയത്തിയല്ലേ അവള്, അവളെ സഹായിക്കണം നിന്റെ കടമയല്ലേ. ഈ കുടുംബത്തില് അവള് കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊരു വേദന തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. അമ്മ അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയണേ, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തോളാം. അതിന്റെ പേരിൽ ഇനി അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം. ശരി ശരി. പിന്നെ എനിക്കാണ് കുറച്ച് ഇവിടെ നിൽക്കാൻ പോലും താല്പര്യമില്ല. പക്ഷെ നിന്നെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് ഒരു ദോഷം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ്. അവിടെ അച്ഛനും നന്ദുവും ഒറ്റയ്ക്കാന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ ഇനിയിപ്പം നിനക്കൊരു ഹോം നേഴ്സിനെയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ആ ഒരു ചിന്ത നിനക്ക് വേണം കേട്ടോ എന്ന് പറയണം. അമ്മ ഇങ്ങനെയൊന്നും പറയില്ല. എന്തിനാ എപ്പോഴും നോക്കിയാലും അമ്മ ഇങ്ങനെ ഒന്ന് പറയണേ. എനിക്ക് അമ്മേനെ അറിയാൻ പാടില്ലെന്നൊക്കെ ചോദിച്ച് നവ്യ അങ്ങ് സോപ്പിടുവാണ് കനകനെ. കനകയ്ക്കറിയാം നവ്യയുടെ സോപ്പിടില്ല ഇതെന്നൊക്കെ. ഈ സമയത്ത് നേരെ അടുക്കളയിലേക്ക് ചെല്ലുമായിരുന്നു അബിയും ചെല്ലും കൂടെ. ആദ്യം അബിയും കൂടെ ചെന്നിട്ട് നയനോട് അതൊരു ജ്യൂസ് വേണം. ജ്യൂസ്? എന്ത് ജ്യൂസ്? ഒരു ആപ്പിൾ ജ്യൂസ് മതിയെന്ന് പറയണം. ആ ശരി, ഞാൻ അടിച്ചുതരാം. അല്ല നവ്യക്ക് കൊടുക്കാനാ, അവൾക്ക് ജ്യൂസ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. നയനക്ക് അത്ഭുതമായിരുന്നു. അബി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ, ഒരു ജ്യൂസ് വേണമെന്നൊക്കെ, അത് നവ്യക്ക് വേണ്ടിയിട്ട്. ഇത്ര സ്നേഹം എന്താ, എന്തേലും ഇതുണ്ടോ? തനിക്ക് ചിലപ്പോൾ തോന്നായിരിക്കും. അങ്ങനെയൊന്നും കാണില്ല എന്ന് ഓർക്കുകയാണ്. പിന്നീട് ജ്യൂസ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ആ ജ്യൂസൊക്കെ ആയിട്ട് നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ജലജ എന്ത് ചെയ്യണം, താൻ വാങ്ങിക്കൊണ്ട് വന്ന് ആ മെഡിസിൻസ് ഒക്കെ അതിൻ്റെ അകത്തേക്ക് കലക്കുവാണ്. ആ ഗുളികകളെല്ലാം കൂടെ അങ്ങോട്ട് പൊടിച്ച് തീർക്കുവാണ്. ഇതങ്ങൾ കുടിച്ചു കഴിയുമ്പോഴത്തേനും അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞങ്ങോട്ട് പൊക്കോളൂല. പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അവളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ നമുക്ക് എളുപ്പമാണ്. നിനക്ക് വേറെ കല്യാണം കഴിക്കാം, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു മനക്കോട്ടയൊക്കെ കെട്ടിക്കൊണ്ടാണ്
ജലജ അബിയുടെ കയ്യിലേക്ക് ഗ്ലാസും കൊടുക്കുന്നത്. അബി അതൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നവ്യയും കനയും വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വർത്താനം എന്താ അബി ഇത് എന്താന്ന് ചോദിക്കാം. നിനക്കുള്ള ജ്യൂസാന്ന് പറയാം. അതെന്ത് ജ്യൂസ്? ഇത് ആപ്പിൾ ജ്യൂസാ. ഓ, എനിക്ക് ഈ ആപ്പിൾ ജ്യൂസ് ഇഷ്ടമില്ലെന്നുള്ള കാര്യം നിനക്കറിയാൻ മേലേ. എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ടാന്ന് പറയണം. അബി പെട്ടു. ഇതിവള് കുടിച്ചില്ലെങ്കിൽ ആപ്പിടെ പ്രശ്നമാവും. പെട്ടെന്ന് ജലജ അങ്ങോട്ട് വന്നേ. എന്താ മോളെ ഇത് കുടിക്കുക, നല്ലതല്ലേ? കുഞ്ഞ് വലുതാവണമെങ്കിൽ കുഞ്ഞിന് ആരോഗ്യമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ ജ്യൂസ് കുടിക്കണമെന്ന് പറയാണ്. പറഞ്ഞു എനിക്ക് ഈ ജ്യൂസ് ഇഷ്ടമില്ലമ്മേന്ന് പറയണം. ജലജ മനസ്സിൽ പറയാം, ഇവൻ എന്തൊരുത്തനാ, ഇതുവരെയായിട്ടും ഭാര്യയ്ക്ക് ഏത് ജ്യൂസാണ് ഇഷ്ടമുള്ളതെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് അവന് ആപ്പിൾ ജ്യൂസും കലക്കൊണ്ട് വന്നേക്കുന്നു. ഇവളത് കുടിച്ചില്ലെങ്കിൽ പണി മൊത്തം പാളും. ആ സമയത്ത് ജലജ പറഞ്ഞു, അതെ നവ്യ, നീ അത് കുടിച്ചേ. അഭിമാനം ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ, നീ അത് കുടിക്കാൻ വേണം. എനിക്ക് ഇഷ്ടമില്ലമ്മേ. ഇഷ്ടക്കേടൊന്നും നോക്കണ്ട. ഈ സമയത്ത് കുഞ്ഞിന്റെ ആരോഗ്യം നിന്റെ ആരോഗ്യമാണ് നോക്കണ്ട. മര്യാദയ്ക്ക് കുടിച്ചോ, അല്ല ഇപ്പം നിന്റെ വായിക്കത്തേക്ക് ഞാനിത് ഒഴിച്ചു തരുമെന്ന് പറയാണ്. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നവ്യ അത് മേടിച്ച് കുടിക്കുക. സന്തോഷമായി ജലജയ്ക്കൊക്കെ. ഇനിയിപ്പം പേടിക്കണ്ട, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് താനെ അങ്ങോട്ട് പൊക്കോളൂ. പിന്നെ എന്ത് ചെയ്യണം തങ്ങൾക്കറിയാം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ജലജ അങ്ങോട്ട് പോവാണ്. പിന്നീട് അബിയോട് പറഞ്ഞു, ഇനിയിപ്പം നമ്മളൊന്നും നോക്കണ്ട കേട്ടോ, കാര്യങ്ങളൊക്കെ തീരുമാനമാവും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവൾ ഇവിടെ കിടന്ന് നിലവിളിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനമാവും. ആ കുഞ്ഞ് അങ്ങോട്ട് പൊക്കോളും. പിന്നെ നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിൽ ആദർശ് നയനോട് കാര്യങ്ങൾ പറയണം. ഡിന്നർ കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയണം. എന്ത് ചെയ്യണം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അവളോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഡിന്നറിന് അവൾ തൻ്റെ കൂടെ വരുമോ, അതോ ഇനിയിപ്പോൾ വരത്തില്ല എന്ന് പറയോ? അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ കോൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശ് കോൾ എടുക്കുക. കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നയന വെച്ചു, അയ്യോ ആദർശേട്ടനായിരുന്നോ, സോറി കേട്ടോ എന്ന് പറഞ്ഞ് കോൾ വെക്കാൻ തുടങ്ങി. എന്ത് പറ്റി? അല്ല സോറി ആദർശേട്ടാ. പിന്നെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ സോറി പറയുന്ന കാര്യം പറ. അത് ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. ഞാനേ ആ ഗ്യാസുകാരനെ വിളിച്ച് അറിയാതെ നമ്പർ മാറി വന്നാന്ന് പറയാം. അപ്പൊ ആദർശിന് മനസ്സിലായി, നമ്പർ മാറി വന്നല്ല, ഇവിടെ മനഃപൂർവ്വം തന്നെ വിളിച്ചാണ്, പക്ഷെ നമ്പർ ഇടുന്നതാണ്. പിന്നീട് ആദർശ് പറഞ്ഞു, അത് സാരമില്ല, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യം ആദർശേട്ടാ? എന്താണെങ്കിലും പറഞ്ഞോ. അതെ, ഗ്യാസ് കയറുന്നതൊക്കെ പോട്ടെ, നമുക്കിന്ന് വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ, ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആദർശേട്ടൻ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് നിനക്ക് ഇഷ്ടമില്ലെന്ന് എൻ്റെ ഒപ്പം വരാനെന്ന് ചോദിക്കുകയാണ്. നയനയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിൽ ലഡുവ പൊട്ടിയത്. കൊള്ളാം, ഒത്തിരി ഇഷ്ടമുണ്ട്, പക്ഷെ അത് ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ വിചാരിക്കും താൻ നോക്കിയിരിക്കുമായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ ആദർശേട്ടൻ എന്ന് ചോദിക്കണം. അതെന്താ നിനക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമൊക്കെ ഉണ്ട്. അന്നാ നീ വൈകുന്നേരം റെഡി ആയിട്ടിരുന്നു, നമുക്ക് പോകാന്നൊക്കെ പറയാം. പിന്നീട് ഇതെല്ലാം കേട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും നയന എവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. നവ്യക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ. നവ്യ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കനക അങ്ങോട്ട് വരുന്നു. കനക കണ്ടു മോളുടെ സന്തോഷമൊക്കെ. ഇത് കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കാര്യങ്ങൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും നയന കാര്യങ്ങൾ പറയണം. വൈകുന്നേരം പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുന്ന കാര്യം പറയുന്നതൊക്കെ. കനയ്ക്കും ഇത് കേട്ടപ്പോൾ സന്തോഷേ. കൊള്ളാം, ആദർശമ്മ നന്നായിട്ട് മോളെ നോക്കുന്നുണ്ട്. അവളുടെ സന്തോഷം കണ്ടില്ലേ, എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇതെല്ലാം ഒരാൾ കേട്ടോണ്ടിരിക്കുകയാണ് ജലജ മനസ്സ് വിചാരിച്ചു, അങ്ങനെ നീ ഒന്ന് പോകുന്ന കാണണോടി, എനിക്ക് നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട്, ഞാൻ തരാന്ന് പറഞ്ഞ് നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേന്റെ അടുത്ത് ചെന്നിട്ട് കുറച്ച് കുതന്ത്രങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷം നാളെ ഫുൾ വിശേഷം വരുമ്പോൾ ഞാൻ മൊത്തം പറയാട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് പ്രമോ വിശേഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഫുൾ വിശേഷം വരുമ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.